ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ടോപ്പ് 10 സീരീസിലെ സെക്കൻഡ് പൊസിഷനിൽ വന്നേക്കുന്ന മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിനെ തന്നെ ഫ്ലെക്സ് പ്ലാനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ഫ്ലെക്സ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു 50K മാത്രമാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അവരുടെ 100K 150K ആ ഒരു പ്ലാൻ അവൈലബിൾ അല്ല. നമുക്ക് എന്തെല്ലാമാണ് അവർ ഫ്ലെക്സിൽ കൊണ്ടുവന്നേക്കുന്ന അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അതിന് മുമ്പേ തന്നെ ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവർ ഡെയിലി പേ ഔട്ട് ഇവർ അലൗഡ് ആണ്. അതുപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്പീഡായിട്ട് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് 100 ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേ ഔട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് 100K വരെ അലൗഡ് ആയിട്ടുള്ള ഇത് പ്ലാൻസ് ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം ആയിട്ട് തന്നെ ചെയ്യാം. ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവർ മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇവർ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ട്രേഡ് ഔട്ട് ഉണ്ട്, നിഞ്ച ട്രേഡഡ് ഉണ്ട്, കോൺടവർ ഉണ്ട്, അങ്ങനെ ഒത്തിരി കമ്പനികൾ പ്ലാറ്റ്ഫോംസ് അലോ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഫ്ലെക്സ് പ്ലാനിലേക്ക് വന്നാൽ തന്നെ നമുക്കിവിടെ 3 പ്ലാൻസ് ആണ് അവർക്കുള്ളത്. ഒന്ന് റാപ്പിഡ്, ഒന്ന് പ്രോ, ഒന്ന് ഫ്ലെക്സ്. ഫ്ലെക്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. റാപ്പിഡ് പ്ലാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ ഏകദേശം $126 പെർ മന്ത് ആവുന്നുണ്ട്. നമ്മൾ ഇത് പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർ മന്ത് കാണുമ്പോൾ കുറെ ആളുകൾ ഒന്ന് പേടിക്കാറുണ്ട്. നമ്മളത് മന്ത്ലി അടയ്ക്കേണ്ട ആവശ്യമില്ല. ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികൾക്കും ആക്ടിവേഷൻ ഫീസ് ഇല്ല. കുറെ നാൾ മുമ്പ്, ഒരു 3-4 വർഷം മുമ്പൊക്കെ മന്ത്ലി ആക്ടിവേഷൻ ഫീസ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. നമ്മൾ പാസ്സായതിനു ശേഷം മന്ത്ലി കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. കുറെ നാൾ മുമ്പ് വരെയൊന്നും അങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് റാപ്പിഡിലേക്ക് വന്നാൽ നമുക്ക് പേ ഔട്ട് ഇവരാണ് ഡെയിലി പേ ഔട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. മറ്റു പ്ലാനിലൊക്കെ പ്രോയിലാണെന്നുണ്ടെങ്കിൽ ബൈ വീക്ക്ലി ആണ് കൊടുക്കുന്നത്. അതുപോലെ ഫ്ലെക്സിലാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ആണ് കൊടുക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ടാർഗറ്റ് ഏകദേശം 3000 ആണ് വരുന്നത്. അതെല്ലാ പ്ലാൻസിലും സെയിം പ്ലാൻ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവാലുവേഷനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ 50K വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2000 ആണ് വരുന്നത്. 50K 2000 ആണ്. എല്ലാ പ്ലാൻസിലും 2000 വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അതിൽ ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് 3 പ്ലാൻസിലും ആക്ടിവേഷൻ ഫീസ് ഇല്ല. അതേപോലെ തന്നെ സ്കെയിലിംഗ് ഇവിടെ നമുക്ക് സ്കെയിൽ അപ്പ് ഇല്ല. കാരണം ഡെയിലി പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സ്കെയിൽ അപ്പില്ല. സ്കെയിലിംഗ് ഇവിടെയും ഇല്ല. നമുക്ക് ഫ്ലെക്സിൽ നമുക്ക് സ്കെയിൽ അപ്പ് പ്ലാൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് 3 പ്ലാൻസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത്. അതേപോലെ ഫ്ലെക്സ് 50K മാത്രമാണ് അലൗഡ് ഉള്ളൂ. ഈ 50K കൊണ്ടുവന്നേക്കുന്ന തന്നെ ലൂസിഡ് ക്യാപിറ്റലും അതേപോലെ ടോപ്പ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ പെട്ടെന്ന് കോർ പ്ലാൻ ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ആ ഒരു പ്ലാൻ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ 50K എന്ന് പറയുന്ന പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 2 പ്ലാൻസും എൻഡ് ഓഫ് ദ ഡേ ആണ്. ഡ്രോ ഡൗൺ മോഡ് എൻഡ് ഓഫ് ദ ഡേ ആണ്. പക്ഷേ ഇവിടേക്കാണ് റാപ്പിഡ് മാത്രം റിയൽ ടൈം ആണ്. അപ്പോൾ റിയൽ ടൈം നമ്മുടെ പ്രോഫിറ്റ് കയറുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറി പോകുന്ന ട്രെയിലിംഗ് ഡ്രോ ഡൗൺ മോഡലാണ് ഈ ഒരു പ്രോ പ്ലാൻ റാപ്പിഡ് പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ആണ് വന്നേക്കുന്നത്. നമുക്കിവിടെ $87 വരുന്നുണ്ട്. നമ്മൾ ലൂസിഡ് ക്യാപിറ്റൽ നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം 97 അടുത്ത് വരുന്നുണ്ടായിരുന്നു. ലൂസിഡ് ക്യാപിറ്റലും ഫസ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50% ഓഫർ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു $65 വരുള്ളൂ. ഇവിടെയും മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിനും അതേപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഫർ കിട്ടും. ഒരു 50% ഓഫർ കിട്ടും. ഈ ഓഫർ കിട്ടാൻ വേണ്ടി ചിലരൊക്കെ ചെയ്യുന്നൊരു മണ്ടത്തരമുണ്ട്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഒരു അക്കൗണ്ട് ഒരു ഇമെയിൽ ID വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് ആ മെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഫെയിൽ ആയി പോവുകയും ചെയ്യുന്ന സമയത്ത് രണ്ടാമതും ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തവണ അക്കൗണ്ട് എടുത്ത് പാസ് ആവുന്ന സമയമാകുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ KYC വെച്ചിട്ട് ഈ അക്കൗണ്ട് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം മെയിൽ ID വെച്ചിട്ട് തന്നെ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ റൈസിലും ഇതേ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മെയിൽ ID ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മെയിൽ ID അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തെടുക്കും. അത് ലോകം മണ്ടത്തരമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരൊറ്റ മെയിൽ ID തന്നെ ഉപയോഗിക്കുക. ആ മെയിൽ ID വെച്ചിട്ട് തന്നെ റൈസിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. റൈസിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മെയിൽ ID ആണെങ്കിൽ നമുക്ക് പേ ഔട്ട് ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് പ്ലാറ്റ്ഫോം വരുന്നത് ട്രേഡിംഗ് വ്യൂവിൽ സപ്പോർട്ട് ചെയ്യും. കോൺടവർ ഉണ്ട്, ട്രേഡ് ഔട്ട് ഉണ്ട്, നിഞ്ച ട്രേഡ് ഉണ്ട്, ഡീപ് ചാർട്ട്സ് ഉണ്ട്, ഡീപ് മാപ്പ് ഉണ്ട്. ഈ 6 പ്ലാറ്റ്ഫോംസ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ടുള്ള ട്രേഡ് ഔട്ടിൽ നിന്നും എടുത്തിട്ട് ട്രേഡിംഗ് വ്യൂയിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 5 അക്കൗണ്ട് വരെ മൈ ഫണ്ടഡ് ഫ്യൂച്ചറിൽ കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ട്രേഡ് ഔട്ടിന്റെ കണക്ഷൻ എടുത്തിട്ട് അതിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ. കുറച്ച് ടഫാണ് ഈ കോപ്പി ട്രേഡ് ഔട്ട് ചെയ്യുമ്പോൾ. നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഒന്നും സെറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാണ്ട്. അല്ലെങ്കിൽ പിന്നെ നിഞ്ച ട്രേഡറിൽ പോയിട്ട് വേറെ ഏതെങ്കിലും സെക്കൻഡറി ആയിട്ടുള്ള കോപ്പി ട്രേഡർ നമ്മൾ പർച്ചേസ് ചെയ്യണം. അതൊക്കെ ആകുമ്പോൾ മന്ത്ലി നമ്മൾ $69 $39 ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. കോപ്പി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു 5 അക്കൗണ്ട് കോപ്പി ട്രേഡ് ചെയ്യാനുള്ള ട്രേഡ് ഔട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. അതിൽ നിന്നും ഒരു അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ
ലേക്ക് ആക്സസ് കിട്ടും. നമുക്ക് മൊത്തം 4-5 അക്കൗണ്ട് ഒക്കെ കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സംഭവം കാര്യം നിങ്ങൾ മറക്കരുത്. അല്ലെങ്കിൽ ചിലരൊക്കെ 5 അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അക്കൗണ്ട് എടുക്കാറ്. അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ട്രേഡ് ഔട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ നിഞ്ച ട്രേഡറിൽ കോപ്പി ട്രേഡ് ചെയ്യാൻ കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി വേറെ സെക്കൻഡറി ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അലൗഡ് ആണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം മറ്റു ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ട്രേഡ് ഔട്ട് എങ്ങനെ കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ അവർ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി പ്രൊഫൈൽ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് 1-ലാണ് മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് കിടക്കുന്നത്. ടോപ്പ് 1-ലാണ് കിടക്കുന്നത്. അതേപോലെ പേ ഔട്ട് ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറത്തെ പേ ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്താണ് മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് കിടക്കുന്നത്. 24 ഹവറിൽ 3-ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അതുപോലെ 7 ഡേയ്സിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഓൾ ടൈമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൈ ഫണ്ടഡ് ഫ്യൂച്ചർ 4-ാം പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു നല്ല പേ ഔട്ടിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളുള്ള കമ്പനി ഒന്നല്ല. പേ ഔട്ടൊക്കെ നല്ല രീതിയിൽ ട്രേഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേഗം തന്നെ പേ ഔട്ട് ഇവർ റൈസ് വഴിയുമുണ്ട്, ക്രിപ്റ്റോ വഴിയുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഇവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കോപ്പി ട്രേഡ് ഇവർ പറയുന്നത് ഇവർ തന്നെ ഒരു കോപ്പി ട്രേഡ് പ്ലാറ്റ്ഫോം ഇവർ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 5 അക്കൗണ്ടാണ് നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ട്രേഡ് സിങ്ക് ആണ് ഇവർ മെയിൻ ആയിട്ട് കോപ്പി ട്രേഡിന് വേണ്ടിയിട്ട് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം, കോപ്പി ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒട്ടുമിക്ക എല്ലാവരും ഒരു പ്രശ്നം വെച്ചാൽ നമ്മളൊരു ഞാനായാലും കുറെ നാളുമ്പൊക്കെ ഫേസ് ചെയ്ത വിഷയമാണ്. ഒരു അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ രണ്ടാമത് അക്കൗണ്ട് എടുക്കാനുള്ള ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കമ്പനികളെ നമുക്ക് ഒരേ സമയം കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മൈ ഫണ്ടഡ് ഫ്യൂച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു അപ്പെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അപ്പെക്സിലെ ട്രേഡ് മൈ ഫണ്ടഡ് ഫ്യൂച്ചറിലൊക്കെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് അല്ലെങ്കിൽ പേ ഔട്ടിന്റെ അത് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് 2025-ലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്തായാലും ഇത്തവണ ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതേ രീതിയിൽ തന്നെ നമുക്കൊരു അക്കൗണ്ട് പാസ്സായി അതിൽ നിന്ന് ഒരു പേ ഔട്ട് കിട്ടുമ്പോൾ മറ്റൊരു അക്കൗണ്ട് എടുക്കാനും ട്രൈ ചെയ്യുക. അത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമുക്ക് ഇവിടുത്തെ കുറെ കാര്യങ്ങൾ FAQലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല സൈറ്റിലെല്ലാം ഇതിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം വരുന്നില്ല ഇവരുടെ പ്ലാനിലും മിക്ക പ്ലാൻസിലും. അങ്ങനെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫ്ലെക്സ് പ്ലാനിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പാരാമീറ്റേഴ്സ് 50K ആണ് ഫ്ലെക്സ് പ്ലാൻ പറയുന്നത്. പ്രോഫിറ്റ് ടാർജറ്റ് 3000 ആണ് പറയുന്നത്. മാക്സിമം ലോസ് ലിമിറ്റ് എൻഡ് ഓഫ് ദ ഡേ ആണ് കാണിക്കുന്നത് 2000 ആണ്. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. മാക്സിമം കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് 5 മിനി എന്ന് കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക. 5 മിനി എന്ന് പറയുമ്പോൾ മെയിൻ ലോട്ട് തന്നെയാണ്. ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, ES ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ മെയിൻ ലോട്ടാണ്. മൈക്രോ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗോൾഡിലേക്ക് ഒരു മൂവ്മെന്റ്, ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പിപ്സ് മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ $10 ആയിരിക്കും ലോസ് ഓർ പ്രോഫിറ്റ് വരുന്നത്. മിനിയിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ലോട്ടാണെങ്കിൽ ഒരു മൂവ്മെന്റ് വന്ന് പിപ്സ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ $100 ലോസും $100 പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കാം. ഈ മൈക്രോ ആണ് ഏറ്റവും മില്ലി ലോട്ടായിട്ട് കണക്കാക്കുന്നത്. കൺസിസ്റ്റൻസി ഫസ്റ്റ് ഇതിൽ നമുക്ക് ഇവാലുവേഷൻ സ്റ്റേജിലുണ്ട്. നമുക്ക് ലൈവിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇതില്ല. അതേപോലെ നമുക്ക് ഇവർക്ക് ഏകദേശം 5000 വരെ ഇവരെ പേ ഔട്ട്, ഇതാണ് ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. 5000 വരെ നമുക്ക് പേ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റു കമ്പനികളെല്ലാം ഈ ഒരു പ്ലാനിൽ ഏകദേശം 2000 വരെയാണ് ലിമിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതിനേക്കാളും കുറച്ചൊരു മെറിറ്റ് ഇപ്പൊ എന്താ പറയുക ലൂസിഡ് ക്യാപിറ്റലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 5000 എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്ലാൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് വിഡ്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം $250 ആണ് ഏറ്റവും മിനിമം ആയിട്ട് വേണ്ടത്. അതേപോലെ ക്വാളിഫൈ വേണ്ട 5 വിന്നിംഗ് ഡേയ്സിൽ $150 വെച്ച് നമ്മൾ പ്രോഫിറ്റ് എടുക്കണം. 5 വിന്നിംഗ് ഡേയ്സിൽ $150 വെച്ച് പ്രോഫിറ്റ് എടുക്കണം. ആഫ്റ്റർ ഫസ്റ്റ് പേ ടൈമിൽ മൂവ്സ് ടു 100. അതായത് ഇപ്പോൾ നമുക്കൊരു 52,000 മുകളിലേക്ക് ആയിരിക്കണം നമുക്ക് ക്യാപ്പ് കയറി വരുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് പേ ഔട്ട് എടുക്കാനായിട്ട് ഇവർ അലോ ചെയ്യും, പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 5K നമ്മൾ പെട്ടെന്ന് 5K എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് 20,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് വന്നേക്കുന്നതിന്. അതിൽ നിന്നും പേ ഔട്ടിൽ നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്നത് 5000 ആയിരിക്കും. അതിന്റെ സ്പ്ലിറ്റും കഴിഞ്ഞിട്ട് 4000 ആയിരിക്കും നമുക്ക് കിട്ടുക. ബാക്കി വരുന്ന 20,000 ടോട്ടൽ പ്രോഫിറ്റിൽ ബാക്കി വരുന്ന 15,000 നമ്മുടെ അക്കൗണ്ടിൽ അവിടെ ബാലൻസ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. അതേപോലെ ഏറ്റവും വലിയ ലോസ്, ഇതൊരു പേ ഔട്ടിന്റെ എക്സാമ്പിൾ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റ ദിവസം ഒരു $1000 ലോസ് വരുത്തുകയും ബാക്കി 6 ദിവസം നമ്മൾ 150 വെച്ചിട്ട് പ്രോഫിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 250 നെഗറ്റീവായിട്ടാണ്. അപ്പൊ നമുക്ക് പേ ഔട്ട് കിട്ടാനായിട്ടുള്ള ഇതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്.
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളൊരു പുതിയ ഒരാളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സെയിം മെയിൽ ഐ ഡി തന്നെ വയ്ക്കുക. റൈസ് അക്കൗണ്ട് എല്ലാം അതിൽ സെയിം മെയിൽ ഐ ഡി. ഒരു ഫണ്ടട്ടറെ സംബന്ധിച്ച് വേണ്ടത് സെയിം മെയിൽ ഐ ഡി തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ 50% ഓഫറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓഫർ കോഡും കാര്യങ്ങളും തരും. നിലവിൽ 50% ഓഫർ ഇവർ ഫസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല എല്ലാ മാസവും പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ട്. ഇത് കുറെ നാൾ മുമ്പ് ഇവര് CFD-യിലായിരുന്നു ഈ മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തും നല്ല പിപ്സ് ഒക്കെ ആയിട്ട്, ഫണ്ടിങ് പിപ്സ് ഒക്കെ ആയിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ, നല്ല പേ ഔട്ട് റിജക്ഷൻ ആ ഒരു സമയത്തും കുറവായിരുന്നു. അതിനുശേഷമാണ് ഇവർ 2 വർഷം, ഒന്നര വർഷം ആയിട്ടുള്ളൂ എന്നാണ് ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു കോപ്പി ട്രേഡ് ഓപ്ഷനിലേക്ക് പോവുക. ഒരു പേ ഔട്ട് എടുത്തതിന് ശേഷം ആ പേ ഔട്ട് വെച്ചിട്ട് ഒരു അക്കൗണ്ട് കൂടി പർച്ചേസ് ചെയ്യുക. ആ അക്കൗണ്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് കോപ്പി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യാപിറ്റൽ ഗ്രോത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ബൈ.